ഉള്ളതല്ല ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ജനങ്ങളുടെ ഓഫീസാണ്. ഇത് എന്റെ വ്യക്തിപരമായ ഓഫീസല്ല, ഇത് ജനങ്ങളുടെ ഓഫീസാണ്. ഈ ജനങ്ങളുടെ ഓഫീസ് എന്നെ താറടിക്കാൻ കുറെ ആയി ഇവർ മോശമാക്കാൻ, എന്നെ മുഖം വികൃതമാക്കാൻ, ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവിടെ എന്റെ പേരൊന്ന് ചീരുക, ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യം പറയാം, വളരെ കൃത്യമായി പറയാം, കൽപ്പറ്റയെ കൂടെ ഇറങ്ങി നടക്കൂല. ഞങ്ങൾ കാണിച്ചു തരാം. കൽപ്പറ്റയിലെ ടൗണിന്റെ ഹൃദയഭാഗത്ത് UDF പ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങൾ ഇതാ വന്നിരിക്കുക. ഒന്ന് തടയും. നിങ്ങൾ ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് വന്നത് നിങ്ങൾ തടയോ? അങ്ങനെയുള്ള ധിക്കാരൊന്നും വിലപ്പോകില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, IC ബാലകൃഷ്ണൻ MLA ഓഫീസ് ആക്രമിച്ചു, ഡോൺ ബോസ്കോ കോളേജ് അടക്കമുള്ള കോളേജ് ആക്രമിച്ചു, ഇന്ന് എന്റെ ഓഫീസ് ആക്രമിച്ചു. ഈ ക്രിമിനൽ സംഘത്തെ മുഴുവൻ പോറ്റി വളർത്തുന്നത് വയനാട്ടിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. ഒരു തർക്കം വേണ്ട. ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ ക്രിമിനലുകളെ, ആ ക്രിമിനലുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾ പറയാ, ഞങ്ങൾ തോറ്റോടുന്നവരല്ല. പിന്നെ വിജയേട്ടന്റെ കേസുമായി ബന്ധപ്പെട്ട മകളുടെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതിലാ കുടുംബത്തിന്റെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് പാർട്ടി അവസാനം വരെ വിജയേട്ടന്റെ മരണശേഷം വിജയേട്ടന്റെ പ്രശ്നത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ, അവരുടെ ആശുപത്രിയിലായപ്പോ അവിടെ പോകാൻ, അവർക്ക് 20 ലക്ഷം ആദ്യം കൊടുക്കാൻ, അത് കഴിഞ്ഞ് വീണ്ടും അഹല്യയിലുള്ള ഫൈനാൻസ് സംബന്ധിച്ച പ്രശ്നം പരിപൂർണമായി തീർക്കാൻ, ഇനി തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്ത ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ബാക്കി എടുത്തു കൊടുക്കാനാ. അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വൈകിപ്പോയിട്ടുണ്ട്, അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പാർട്ടി ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും അത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ. ആ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ കരിവാരിത്തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. CPM ആദ്യം DYFIക്കാർ ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ്. സ്വന്തം പാർട്ടി സഖാക്കന്മാരുടെ ജീവരക്തം കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനം, ഡെപ്പോസിറ്റ് പണം കൊടുത്തതായ പണം, ആ പണം കൊടുക്കാൻ തയ്യാറാകാതെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ റോഡ് ഉപരോധിച്ച്, അല്ലെങ്കിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കൽപ്പറ്റ MLA K. സിദ്ദിഖ്.